ഹായ് ഓ ഡാലിയ കളക്ഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് റെഡിമെയ്ഡ് ബ്ലൗസിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു, പെട്ടെന്ന് തന്നെ തീർന്നു പോയി. അപ്പോൾ നമ്മൾ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്, വേറെ പല പാറ്റേണും കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ കൊണ്ടുവന്നാലും ബ്രൊക്കേഡ് ബ്ലൗസ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, കാരണം ഒരുപാട് പേർക്ക് കൊടുക്കാൻ പറ്റാണ്ട് വന്നിരുന്നു. അപ്പോൾ അത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, വേറെ 2 പാറ്റേണിലും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം കളക്ഷൻസ് കാണാം. നമ്മുടെ ഫസ്റ്റ് ബ്ലൗസ് വരുന്നത് ഇതാണ് കേട്ടോ. ഒരു ബ്ലാക്ക് ആണ് ബേസ് ആയിട്ട് വരുന്നത്, നമുക്ക് പറയാം. അതിലേക്ക് മൾട്ടി കളർ കോമ്പിനേഷൻ ആണ് വരുന്നത്. ഓഫ് വൈറ്റിൽ വരുന്നുണ്ട്, റെഡ്, പിങ്ക് എല്ലാ ഷെയ്ഡിലും വന്നിട്ട് അതിനകത്തും ഹെവി ആയിട്ട് തന്നെ ഇതുപോലെ സ്വീക്കൻസ് വർക്ക് വരുന്നതാണ് കേട്ടോ. ഒരു സിമ്പിൾ സാരി ആണെങ്കിൽ പോലും നമുക്ക് ഇതുപോലത്തെ ഒരു ബ്ലൗസ് വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു പാർട്ടി വെയർ ലുക്കിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പം നമ്മൾ ഒരുപാട് വിചിത്ര സിൽക്കിന്റെ സാരി അല്ലെങ്കിൽ എന്താ പറയുക, കുറേ സാരീസ് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. അതിൽ ഏതെങ്കിലും ഒരു പാറ്റേൺ ഒക്കെ നിങ്ങൾക്ക് പ്ലെയിൻ സാരികൾ, കൂടുതലും പ്ലെയിൻ സാരീസ് ആണ് പ്രിന്റഡ് സാരി, അല്ലാതെ നമുക്ക് കേരള സാരിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലൗസ് പീസ് തന്നെയാണ് കേട്ടോ. സ്റ്റിച്ചിങ് എല്ലാം വളരെ പക്കയാണ്, മുമ്പ് മേടിച്ചവർക്ക് അറിയാം. സ്റ്റിച്ചിങ് എല്ലാം ഫിനിഷിങ്ങിൽ ഇതുപോലെ പൈപ്പിംഗ് കൊടുത്തിട്ടാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ സ്ലീവ്ലെസ് ആണ്, പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ സ്ലീവ് അവൈലബിൾ ആണ് കേട്ടോ, നമുക്ക് വെക്കാവുന്നതേ ഉള്ളൂ. വേണ്ട, ഈ ഒരു ലെങ്ത്തിൽ സ്ലീവ് വരുന്നുണ്ട്, പ്ലെയിൻ അല്ല കേട്ടോ. ആ ഒരു സെയിം ഡിസൈൻ തന്നെ ഇതിലേക്കും വരുന്നുണ്ട്. ഇതാ ഇത്രയും ലെങ്ത് സ്ലീവിന് വരുന്നുണ്ട്. ഇതാണ് സ്ലീവ് വെച്ചേക്കുന്നത്. സ്ലീവിൻ്റെ എൻഡിലും ആ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടാണ് ഫിനിഷിങ് വരുന്നത്. നല്ല ഭംഗിയായിട്ട് നല്ല ഫിനിഷിങ്ങിൽ ചെയ്തിട്ടുണ്ട്. പ്രിൻസസ് കട്ട് പാറ്റേൺ ആണ് ബ്ലൗസിന് വരിക. ബാക്ക് സൈഡ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ബാക്ക് സൈഡിലേക്ക് ഇതുപോലെ ആ ഒരു ഹുക്ക് വരുന്നുണ്ട്, പക്ഷെ ഹുക്ക് കാണാത്ത രീതിയിൽ ഇതുപോലെ ഹൈഡ് ചെയ്തിട്ടാണ് അതിൻ്റെ ആ ഒരു ഫിനിഷിങ് വരുന്നത്. ഇതുണ്ടോ, ഹുക്ക് ഒരിക്കലും കാണത്തില്ല. ഇതുണ്ടോ, ഉള്ളിലേക്ക് പോയിട്ട് ഹൈഡ് ചെയ്യുന്ന രീതിയിലാണ് അത് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ആ ഒരു ടൈ ചെയ്യാനുള്ള ആ ഒരു ടോറീസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ബ്ലൗസ് വരുന്നത്. നമ്മുടെ നല്ല ഭംഗിയായിട്ട് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന ബ്ലൗസ് തന്നെ. പിന്നെ വേറെ കാര്യമുള്ളതിനകത്ത് ചെറിയൊരു പാഡ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണ്ടാന്നുള്ളവർക്ക് ജസ്റ്റ് ഇവിടെ സ്റ്റിച്ച് കണ്ടോ, ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് പിടിച്ചിട്ട് ഇതൊന്ന് എടുത്ത് കളഞ്ഞാൽ മതി, ആവശ്യമില്ലാത്തവർക്ക്. നല്ല ഭംഗിയായിട്ടും വളരെ കംഫർട്ടബിൾ ആയിട്ടും വെയർ ചെയ്യാൻ പറ്റും. അതുപോലെ സ്റ്റിച്ചിങ് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങുമാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 475 ആണ് കേട്ടോ. 475 പ്രൈസ് വരുന്നത്. ഇതിന്റെ സൈസസ് എന്ന് പറയുമ്പോൾ ഫ്രീ സൈസ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു സൈസ് ഇപ്പോൾ ഉള്ളത് ഒരു 38 ആ ഒരു സൈസിലാണ് ഇതിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ഒരു XXL വരെ നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിനുള്ള ഒരു സൈസസ് ഇതിനകത്ത് അവൈലബിൾ ആണ് കേട്ടോ. കാരണം ഇതിനകത്ത് നല്ല സ്പേസ് ഉണ്ട്. നിങ്ങൾക്ക് ഇതുണ്ടോ, 2 സൈഡിലും ഇത്രയും വീതിയിൽ വരും. ഇത് XXL വരെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അഴിച്ചെടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നാൽ മതി കേട്ടോ. അപ്പോൾ ചെറുതാണെങ്കിൽ ചെറുതാക്കണം എന്നുള്ളവർക്ക് ഒന്ന് കയറ്റി സ്റ്റിച്ച് ചെയ്താൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. വളരെ അപ്പോൾ നമ്മൾ ആ ഒരു പ്രൈസിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇത്രയും പെർഫെക്റ്റ് ആയിട്ടൊരു സ്റ്റിച്ചിങ്ങും പ്രിൻസസ് കട്ടിന് നമുക്കിപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ 650-700 ആ റേഞ്ചിലേക്ക് വരും. ചില സ്ഥലത്തൊക്കെ അതിലും കൂടുതലാണ് ആ റേഞ്ച് വരുന്നത്. അപ്പം ഈ ഒരു പെർഫെക്ഷനിൽ ഇതുപോലെ ബ്ലൗസ് വരുമ്പോൾ നമുക്ക് നല്ലത് തന്നെയാണ് കേട്ടോ. ഒരെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് പല സാരിയുടെ കൂടെ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ പ്രൈസ് 475 ഇതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് ബേസ് ആയിട്ട് വരുന്നത്. അതിനകത്ത് പ്രിന്റുകളും ഒരു കളർ കോമ്പിനേഷനിലും വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. അത് കണ്ടത് അതിനകത്ത് കുറേ ഷെയ്ഡുകൾ വരുന്നുണ്ട്. നല്ല ഹെവി ആയിട്ട് തന്നെ ആ ഒരു സ്വീക്കൻസിന്റെ വർക്കും ഉണ്ട്. ഒരു പാർട്ടി വെയർ ലുക്കിലേക്ക് സാരി ആ ബ്ലൗസ് വരുന്നുണ്ട് കേട്ടോ. വീനെക്ക് പാറ്റേൺ അതിലേക്ക് വരുന്നത്. എല്ലാ സൈഡ്സും എല്ലാ എൻഡിങ്ങും ഇതുപോലെ പൈപ്പിംഗ് കൊടുത്ത് ഫിനിഷ് ചെയ്തതാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല, ഒരു ഹുക്കൊന്നും കാണാത്ത രീതിയിൽ ഹൈഡ് ചെയ്തിട്ടാണ് അത് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയാണ് ഹാങ്ങിങ്സ് കാണാനായിട്ട്. ഇത് കണ്ടോ, നല്ല രസമായിട്ടാണ് ആ ഹാങ്ങിങ്സ് ചെയ്തേക്കുന്നത്. ഉള്ളിൽ സ്ലീവ് അവൈലബിൾ ആണ് കേട്ടോ. സ്ലീവ്ലെസ് ആയിട്ടുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലാത്തവർക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം. ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് വേഗം ഇനി കളേഴ്സ് കണ്ടുപോകാം. വരുന്നൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലേക്ക് ഇങ്ങനെ വരുന്നു. എല്ലാം സെയിം ആണ്, കളർ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. പ്രിന്റുകളും ചിലതിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. ഇങ്ങനെ അടുത്ത് നോക്കാം. വരുന്നൊരു മാംഗോ യെല്ലോ ഷെയ്ഡിലേക്ക്. ഇതിൽ മൾട്ടി കളർ കോമ്പിനേഷൻ വരുന്നുണ്ട് കേട്ടോ. എല്ലാം നല്ല ഭംഗിയാണ്. ഒരു എല്ലാം നല്ല 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 ഷെയ്ഡുകളും അതുപോലെ നല്ല ഫിനിഷിങ്ങിലുള്ള സ്റ്റിച്ചിങ്ങും. അടുത്ത് നോക്കാം. നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. അതിലേക്കും കുറേ കളേഴ്സിൻ്റെ ഒരു കോമ്പിനേഷൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നെക്ക് വരുന്നത് റൗണ്ട് നെക്കാണ് കേട്ടോ. ഈ എല്ലാം വരുന്നത് ഇങ്ങനെ വരുന്നു. ബാക്ക് സൈഡ് ഇങ്ങനെ. എല്ലാത്തിലും സ്ലീവ് അറ്റാച്ച്ഡ് ആണ്. അടുത്ത് നോക്കാം. അടുത്ത നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ്. വീനെക്ക് പാറ്റേണിലേക്കാണ് വരുന്നത്. ബാക്ക് സൈഡ് ഇങ്ങനെ വരുന്നു. എല്ലാത്തിലും ആ ഒരു ഹാങ്ങിങ്സും വരുന്നുണ്ട്. അടുത്ത് നോക്കാം. അടുത്ത നല്ലൊരു പേർപ്പിൾ ഷെയ്ഡിലേക്കാണ് കേട്ടോ. ഇതാണ് വരുന്നത്. ബാക്ക് സൈഡ് ഇങ്ങനെ വരുന്നു. ഇതൊക്കെ വീനെക്കിൽ തന്നെയാണ് വരുന്നത്. അടുത്ത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലേക്കാണ്. ഇങ്ങനെ വരുന്നു. ബാക്ക് സൈഡ് ഇങ്ങനെ. ഇത്രയാണ് നമുക്ക് ഈ ഒരു പാറ്റേണിൽ വരുന്ന കളേഴ്സ്. നമുക്ക് ഇനി നെക്സ്റ്റ് പാറ്റേൺ നോക്കാം. നെക്സ്റ്റ് ബ്ലൗസ് വരുന്നത് ഇതാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഒരു സിഗ്സാഗിൻ്റെ ആ ഒരു വിചിത്ര സിൽക്കിൻ്റെ സാരി കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ആ ഒരു പാറ്റേണിൽ തന്നെ വരുന്ന ബ്ലൗസും അവൈലബിൾ ആണെന്ന് പറഞ്ഞായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇതിലേക്ക് വരുന്നത്.
അതിലേക്ക് ആ ഒരു ഗോൾഡൻ കളറിൻ്റെ ആ ഒരു വീവിംഗ് ആണ്, ആ ഒരു സിക്സാഗിൻ്റെ പാറ്റേണിൽ തന്നെയാണ് അത് പോകുന്നത്. നല്ല രസമുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ് ഫസ്റ്റ് വരുന്നത്. മെഷർമെന്റ് എല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് കേട്ടോ എല്ലാത്തിലേക്കും വരുന്നത്. ബാക്ക് സൈഡ് ഇങ്ങനെ വരുന്നു. ഇതിൻ്റെയും ആ ഒരു ഹുക്കിൻ്റെ പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. ഹൈഡ് ചെയ്തിട്ടാണ് ആ ഒരു ഹുക്കിൻ്റെ ആ ഒരു ഏരിയ വരുന്നത്. എല്ലാ സൈഡും എല്ലാ എൻഡും ഇതുപോലെ പൈപ്പിംഗ് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പ്രിൻസസ് കട്ട് ഫാബ്രിക്കിൽ അത് പ്രിൻസസ് കട്ടിലേക്കാണ് അത് വരുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഇതുപോലെ ആ ഒരു പാഡും ചെറിയൊരു പാഡും കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമില്ലാത്തവർക്ക് റിമൂവ് ചെയ്ത് കളയാം കേട്ടോ. വ്യത്യാസം ഒന്നും വരുന്നില്ല. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഹാങ്ങിങ്സ് വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയായിട്ടാണ് അത് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 549 കേട്ടോ. 549 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നമുക്ക് ഇനി കളേഴ്സ് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മജന്ത ഷെയ്ഡിലേക്കാണ് കേട്ടോ. പാറ്റേൺ എല്ലാം സെയിം ആയിട്ട് തന്നെ വരുന്നു. ഇങ്ങനെ ബാക്ക് സൈഡ് ഇതാ ഇങ്ങനെ വീനക്കാണ് പാറ്റേൺ വരുന്നത്. അടുത്ത് നോക്കാം. അടുത്ത് വരുന്നത് ചാർക്കോൾ ഷെയ്ഡാണ്. ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചാർക്കോൾ ഷെയ്ഡിലേക്ക് വരുന്നു കേട്ടോ. കളർ ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് വേഗം കളേഴ്സ് കണ്ടുപോകാം. പ്രിൻസസ് കട്ട് പാറ്റേൺ ആണ് വരുന്നത്. അടുത്ത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വാടാമുല്ല ഷെയ്ഡ്. ബാക്ക് സൈഡ് ഇങ്ങനെ വരുന്നു. എല്ലാം സ്ലീവ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡ്. കേരള സാരിയുടെ കൂടെയൊക്കെ മെറൂൺ, എല്ലാത്തിലെയും കൂടെ മെറൂണൊക്കെ പോലെ നമുക്ക് എല്ലാവർക്കും അറിയാം. നല്ല അടിപൊളിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു റെഡ് കളറാണ് കേട്ടോ. ഇപ്പോൾ ബോട്ടിൽ ഗ്രീൻ കളറിൽ ഉള്ള സാരിയൊക്കെ നമുക്ക് റെഡ് കളറിൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റും, കോൺട്രാസ്റ്റ് ആയിട്ട്. എങ്ങനെ അടുത്ത് നോക്കാം. ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത്. ഇതുപോലെ സെയിം ആണ് കേട്ടോ. എല്ലാം ഹാങ്ങിങ്സ് ഇതാ ഇങ്ങനെ വരുന്നു. ബാക്ക് സൈഡിലാണ് ഹുക്ക് വരുന്നത്. പാഡ് അവൈലബിൾ ആണ്. അടുത്ത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പേസ്റ്റൽ പിങ്ക് ടോണിലേക്കാണ് കേട്ടോ. നല്ല ഷെയ്ഡല്ലേ. ബാക്ക് സൈഡ് ഇങ്ങനെ വരുന്നു. എല്ലാം സെയിം ആയിട്ട് തന്നെ വരുന്നു കേട്ടോ. പ്രൈസ് വരുന്നത് 549 ആണ്. 549 ആണ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ ഇത്രയും ഷെയ്ഡുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് ബ്രൊക്കേഡ് ബ്ലൗസ് നോക്കാം. നമ്മൾ കാണുന്നത് ബ്രൊക്കേഡ് ബ്ലൗസ് ആണ്. ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡിലേക്കാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ബ്രൊക്കേഡ് ബ്ലൗസ് ഒക്കെ നമുക്ക് ഏതൊരു സാരിയുടെ കൂടെയും കോൺട്രാസ്റ്റ് ആയിട്ട് വെയർ ചെയ്യാം, സെൽഫായിട്ടുള്ള കളർ ഷെയ്ഡ് വെയർ ചെയ്യാം. നല്ല രസമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിനകത്തും ഒരു വീനെക്കിലേക്കാണ് ഒരു പാറ്റേൺ പോകുന്നത്. നല്ലൊരു ആൻറ്റി ഗോൾഡൻ ജെറിയുടെ വീവിംഗ് ആണ് ഇതിനകത്തേക്ക് പോകുന്നത്. എങ്ങനെ വരുന്നു. ബാക്ക് സൈഡ് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. ഇതിനകത്തെല്ലാം ആ ഒരു ഹാങ്ങിങ്സിൻ്റെ അറ്റത്ത് പോലും ആ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടാണ് അത് ഫിനിഷ് ചെയ്തേക്കുന്നത് കേട്ടോ. എല്ലാം ഫിനിഷിങ്ങിൽ നല്ല ഫിനിഷിങ്ങിൽ ചെയ്തേക്കുന്ന സ്റ്റിച്ചിങ് ആണ്. അതുപോലെ തന്നെ ഇതാ സ്ലീവ് അവൈലബിൾ ആണ്. ഇത്രയും ലെങ്ത് സ്ലീവിലേക്ക് വരുന്നുണ്ട്. സ്ലീവിൻ്റെ നല്ല വശം ഇതാണ് കേട്ടോ. സെയിം തന്നെ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട്, നമുക്ക് അറ്റാച്ച് ചെയ്താൽ മതി. അതുപോലെ ഹുക്ക് വരുന്ന ഭാഗം ഇതാണ്. ഇതെല്ലാം പ്രിൻസസ് കട്ട് ഫാബ്രിക് ആ ഒരു പാറ്റേണിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ബാക്ക് സൈഡിലേക്കാണ് ഹുക്ക് വരുന്നത്. ഇതാ ഇങ്ങനെ വരുന്നു. നല്ല ഭംഗിയായിട്ട് നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 525 ആണ് കേട്ടോ. നമുക്കിതിൻ്റെ ഷെയ്ഡുകൾ കുറേ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. വേഗം നോക്കാം. നെക്സ്റ്റ് വരുന്നത് റാണി പിങ്ക് ആണ്. എല്ലാം സെയിം ആണ് കേട്ടോ. ഇതാ ബാക്ക് സൈഡ് ഇങ്ങനെ, ഫ്രണ്ട് ഇതുപോലെ വരും. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്ന പിക്കോക്ക് ഗ്രീൻ ഷെയ്ഡ്. ഇതാ ഇങ്ങനെ ബാക്ക് സൈഡ് ഇതുപോലെ വരുന്നുണ്ട് കേട്ടോ. അടുത്ത നോക്കാം. ഇത് വരുന്ന റെഡ് ആണ് കളറ്. ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെ എല്ലാം സെയിം, കളർ ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. അടുത്ത നോക്കാം. ഇത് വരുന്ന ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ്. ഇങ്ങനെ എല്ലാം സെയിം ആണ് കേട്ടോ. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്നത് മജന്ത ഷെയ്ഡാണ് കേട്ടോ. എല്ലാം സെയിം ആണ്. അതിൻ്റെ വരുന്ന പാറ്റേൺ എല്ലാം സെയിം ആണ്. ഇങ്ങനെ അടുത്ത നോക്കാം. വരുന്ന ജെറ്റ് ബ്ലാക്ക് തന്നെയാണ്. വീനക്കാണ് പാറ്റേൺ വരുന്നത്. ബാക്ക് സൈഡ് ഇങ്ങനെ വരുന്നു. അടുത്ത നോക്കാം. അടുത്ത് വരുന്ന നല്ല രസമുള്ളൊരു വയലറ്റ് ഷെയ്ഡ്. ഇങ്ങനെ വരുന്നു കേട്ടോ. അടുത്ത നോക്കാം. നല്ലൊരു ടീൽ ബ്ലൂ ഷെയ്ഡ്. ഇങ്ങനെ വരുന്നു. എല്ലാം ഫ്രീ സൈസ് ആണ് കേട്ടോ വരുന്ന. ഡബിൾ എക്സൽ സൈസുകാർക്ക് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത നോക്കാം. ഇത് വൈൻ ഷെയ്ഡാണ്. ഇങ്ങനെ ബാക്ക് സൈഡ് ഇതുപോലെ വരുന്നു. എല്ലാം നല്ല അടിപൊളി ഷെയ്ഡുകളാണ് കേട്ടോ. അടുത്ത നോക്കാം. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ്. ഇങ്ങനെ ബാക്ക് സൈഡ് ഇതാ ഇങ്ങനെ വരുന്നു. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും. ഇതുപോലെ ബ്ലൗസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണമെങ്കിൽ, മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ എത്ര രൂപയാണ്. ഇതെല്ലാം ഞാനൊരു കാര്യം കൂടെ പറയാൻ മറന്നു. എല്ലാം ലൈനിങ് ആണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് കാണിച്ച ബ്ലൗസ് മുതൽ ഈ ലാസ്റ്റ് കാണിച്ച ബ്ലൗസ് വരെ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ എല്ലാം സ്റ്റിച്ച് ചെയ്തേക്കുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാം. ഒന്ന് നമ്മുടെ സൈസിനനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താലും മാത്രം മതി. ചെറിയ സൈസ് ഉള്ളവർക്ക് ഒന്നുകൂടെ ഒരു ലെയർ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് അത് ഓക്കെ ആവും. വലിയുള്ളവർക്ക് അത് സ്റ്റിച്ച് അയച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഓക്കെ ആക്കിയാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലൗസിൻ്റെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഐറ്റം സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഡാലിയ കളക്ഷൻസ് എന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.